ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിവിടെ സുഖമാട്ടോ, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മക്കളെ, എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണ്ടോ, മറക്കരുത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ, ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒന്നാണ്ട് തുടങ്ങിക്കുകയാണ്, വീഡിയോ ഇടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നാണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ മക്കളെ, നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താണെങ്കിലും ആ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കൊണ്ടു. നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിലുള്ളൂ നമ്മളെ വീഡിയോ മുന്നിലെത്തുള്ളൂ, റെക്കമെൻഡേഷനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ നമ്മൾ രാവിലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വഴുതനങ്ങ നുറുക്കിയിട്ടുണ്ട് കേട്ടോ, നുറുക്കി വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്, വട്ടത്തിൽ ഇങ്ങനെ നുറുക്കി വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ ചോറിന് വെച്ച വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. അരി വേഗം പിന്നെ തീയൊക്കെ കത്തിച്ച് ഇട്ട് കൊടുത്തെങ്കിലുള്ളൂ നമുക്ക് സ്കൂൾക്ക് പോകാനാകുമ്പോഴത്തേക്ക് ചോറാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അടുക്കളയിലെത്തിയ ചെയ്യണ പണി ഇതാണ്, അടുപ്പ് കത്തിക്കും സ്കൂളില്ല അന്നൊക്കെ. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നുറുക്കിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന വഴുതനങ്ങയൊക്കെ ഞാൻ വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലോണം ഒന്ന് വെള്ളം തോർന്ന് എടുക്കണം. പിന്നെ ഞാൻ ഇതാ വഴുതനങ്ങ മസാല കൂട്ടാനുള്ളൊരു മസാല ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വലിയ ജീരകം കുരുമുളകൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചതച്ചത് നല്ലോണം പേസ്റ്റാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സുർക്കയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി അത് നല്ലോണം ഒന്ന് മസാല തിരുമ്പി എടുക്കണം. അപ്പോൾ അതാ ഞാൻ ഈ മസാലകളൊക്കെ നല്ലോണം ഒരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി ഒന്നും കൂടി പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഞാനിനി അതിക്ക് വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് നല്ലോണം ആകുമ്പോൾ കൂടി മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കണത്, നമ്മളെ വഴുതനങ്ങ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി നമുക്ക് വഴുതനങ്ങയൊക്കെ ഓരോന്ന് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം. അതാ നമ്മൾ ചട്ടിയിലൊക്കെ ഓരോന്നോരോന്നാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മേലെ കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ അതൊരു സൈഡൊക്കെ വെന്ത് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് മറിച്ചിട്ട് കൊടുക്കുകയാണ്, രണ്ട് സൈഡും ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ വഴുതനങ്ങയൊക്കെ ഞാൻ 2 ട്രിപ്പാക്കി പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചോറൊക്കെ അടുപ്പത്തിട്ടതിന് ശേഷം അപ്പം തന്നെ ചെയ്തിട്ടുണ്ട്, കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനും പോകുമ്പോൾ തിന്നുമ്പോൾ ചോറ്റിക്ക് കൂട്ടാനൊക്കെ ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ മുറ്റത്തേക്ക് ഇറങ്ങിക്കണത്, മുറ്റടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മളെ മുറ്റമൊക്കെ ഞാനിങ്ങനെ അടിക്കുകയാണ്. അപ്പോൾ നമ്മളെ തേക്കുകളൊക്കെ കണ്ടില്ലേ നിൽക്കണ, തേക്കുമ്പോൾ തേലൊക്കെ ഇപ്പോൾ കുറേ വീണ് കഴിഞ്ഞിരിക്കണം കേട്ടോ. കുറേ ദിവസമായിട്ട് വെറും തേക്കിൻ്റെ ഇലയിരുന്നു മുറ്റത്തുനിന്ന് പോരാണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അതാ അടുത്തത് ഈ സൈഡിൽ റബ്ബറാട്ടോ. അപ്പം ഇനി ഇതാവും അടുത്തത്. ഇനി കാറ്റടിച്ചുമ്പോൾ ഇനിയിപ്പോൾ റബ്ബറിൻ്റെ ഇലയൊക്കെ വീഴൽ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതാവും നമുക്ക് അടിച്ചോരാനുള്ള പണി, അടുത്ത പണി. എന്താണെങ്കിലും നമുക്ക് എപ്പോഴും പണികൾ തന്നെയല്ലേ. അപ്പോൾ അതാ റബ്ബറിൻ്റെ ഇലകളൊക്കെ വീഴൽ തുടത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മക്കളെ, നമ്മളെ മുറ്റടി കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. മുറ്റം നമ്മളെ ചുറ്റുഭാഗം മുറ്റമൊക്കെ അടിച്ചോരിയിട്ട്. അപ്പം ഇനി ഇതാ നമ്മളെ ചോറൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഊറ്റി കൊടുക്കട്ടെ.
അപ്പോൾ ചോറൂട്ടിൽ കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത പരിപാടികളൊക്കെ നോക്കാൻ ഉച്ചക്കലക്കിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുട്ടികൾ സ്കൂൾക്കൊന്നും പോയിട്ടില്ല കേട്ടോ. ഓല് സ്കൂൾക്ക് പോകാൻ ഒരുക്കത്തിലാണ് ഓല്. അപ്പോൾ നമ്മൾ പാത്രങ്ങൾ ചായ കുടിച്ച് കടി ഇതൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചോറൂട്ടിലൊക്കെ കഴിഞ്ഞിട്ട് അതൊന്ന് കഴുകി വെക്കുക കേട്ടോ. കുറച്ച് ഇനി കഴുകി വെച്ചിട്ടില്ലെങ്കിലേ അടുത്ത കൂട്ടാൻ പണി ഇതൊക്കെ കഴിയുമ്പോഴത്തിന് പിന്നെ പറയേണ്ടി വരില്ല. അപ്പോൾ ഇതാണ് കഴുകി വെച്ചാൽ ഇനി അടുത്ത പണിക്ക് നിൽക്കുമ്പോൾ അത് പരക്കുമ്പോൾ അത് കഴുകിയാൽ മതിയല്ലോ. അപ്പോൾ ഞാനങ്ങനെ അതൊക്കെ കഴുകി വെക്കട്ടെ ഇനി. പിന്നെ നമുക്കിന്ന് കറി വെക്കണത് വെണ്ടയ്ക്ക കേട്ടോ. വെണ്ടയ്ക്കയും തക്കാളിയും വലിയുള്ളിയൊക്കെ കൂടി ഇട്ടിട്ട് കറി വെക്കുകയാണ്. തേങ്ങ ഒന്നും അരക്കാത്ത കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കൊക്കെ നല്ലോണം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പം ഇനി അതൊക്കെ ഒന്ന് നുറുക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മളാ കറിക്കുള്ള വെണ്ടയ്ക്കൊക്കെ നുറുക്കൽ കഴിഞ്ഞപ്പോൾ ഞാനിതാ ഗ്യാസുമ്മേ കേട്ടോ കറി വെക്കണത്. ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വെണ്ടയ്ക്കയും ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വാട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകൊക്കെ പിന്നെ അതിക്ക് തക്കാളി ഇട്ടിട്ട് തക്കാളിയും കൂടി ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ പുളിയും തിരുമ്പി പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പുളിവെള്ളം. അപ്പോൾ ഇതാ നമ്മളെ കറിയൊക്കെ ഇപ്പോൾ പുളിയൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പം ഞാൻ കടുക് പൊട്ടിച്ചാൽ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ചൂടായപ്പോൾ ഞാനതിൽ കടുക്, പിന്നെ കുറച്ച് ഉലുവ, പിന്നെ വേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ടാട്ടോ കടുക് പൊട്ടിച്ചെടുക്കണത്. അപ്പോൾ ഉലുവൻ്റെയും സാമ്പാർ പൊടിൻ്റെയൊക്കെ അത് നല്ല ടേസ്റ്റ് ആവും കറിക്ക് ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ നമ്മളെ കറി വെണ്ടക്ക കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ കറിയൊക്കെ റെഡി ആയപ്പോൾ പിന്നെ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നിന്നിട്ടോ. ഗ്യാസും റേക്കും പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച്, പാത്രമൊക്കെ ഞാൻ പുറത്തെ കൊട്ടത്താളത്തിൽ വെച്ചിട്ട് അവിടെ നിന്നാണ് കഴുകൽ. അപ്പോൾ രാവിലത്തെ കഴുകിയപ്പോൾ ഒക്കെ വീഡിയോ എടുത്തു. ഇനി പിന്നെ കഴുകിയതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഗ്യാസൊക്കെ തുടച്ച് നേരാക്കി, പിന്നെ സിങ്കും റാക്കൊക്കെ ഒന്ന് തുടച്ച് നേരാക്കി കേട്ടോ. നമ്മൾ അടുക്കള വൃത്തിയായാൽ തന്നെ നമുക്കൊരു പകുതി പണി ഒരുങ്ങിയ പോലെ ഒരു സമാധാനമെല്ലാം. അപ്പോൾ അങ്ങനെ നമ്മൾ അടുക്കളയിലത്തെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തുടക്കലും ഉള്ളിലടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. ഇതാ കുറച്ച് മീനുണ്ടായിരുന്നു കേട്ടോ, ഉണക്ക മീനാണ്. അപ്പോൾ അതും കൂടി ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെ തന്നെ കേട്ടോ. ഇതാ ഉണക്കമീൻ പൊരിച്ചത്, പിന്നെ വെണ്ടക്കക്കറി, പിന്നെ നമ്മൾ രാവിലെ കുട്ടികൾക്ക് പിന്നെ വഴുതനങ്ങ പൊരിച്ചത്, അതൊക്കെ തന്നെ കേട്ടോ ഇന്നത്തെ കൂട്ടാനുകൾ. അപ്പോൾ നമ്മളങ്ങനെ കുളിയും ചോറുന്നലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തൂതൊക്കെ ഒന്ന് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ പോവാം കേട്ടോ, ഓട്ടോറിക്ഷയിലാണ് പോണത്. അപ്പോൾ ചെറിയൊരു മഴച്ചാറലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളെ തൂത സ്കൂളാണ് കേട്ടോ ഇത്. അപ്പോൾ സ്കൂളിൻ്റെ അധികം ഇങ്ങനെ ഞാൻ പോവുകയാണ്. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നല്ലൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.